പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എടപ്പള്ളി പള്ളി പെരുന്നാൾ തുടങ്ങിയത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കാം. മെയ്യിലാണ് പെരുന്നാൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാനും മമ്മിയും കൂടെ എല്ലാ വർഷവും വരുന്നതാണ്. ഞാനിവിടെ ഉള്ള സമയത്തൊക്കെ വരുന്നതാണ്. അപ്പം ഇന്ന് ഞങ്ങൾ പള്ളി പെരുന്നാളിന് വന്ന ഇന്നും നാളെയും പെരുന്നാളുണ്ട്. അപ്പം ഞങ്ങൾ ഈ ഒരു വീഡിയോ 2 ദിവസമായിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പ്രദക്ഷിണം ഇപ്പം അവിടെ ഇന്ന് വേസ്പര ദിനവും നാളെ പെരുന്നാളുമാണ്. വേസ്പര ദിനം നാളെ പള്ളി പെരുന്നാൾ. ഈ വീട് എപ്പോഴും എനിക്കൊരു നോട്ട് ചെയ്തിട്ടുള്ള വീടായിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നത്തെ എൻ്റെ ലുക്ക് വയ്ക്കുക, അമ്മയുടെ ലുക്ക് നോക്കൂ. അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ അതിലേക്കിടെ പള്ളിയിലേക്ക് പോവുകയാണ്. ഞാൻ പറയണേ കേൾക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഞാൻ പോലീസ് സ്റ്റേഷൻ പള്ളിയിലേക്ക് പോവുക. വേപ്പറിനൊക്കെ പെരുന്നാൾ തുടങ്ങും. വലിയ പെരുന്നാളൊക്കെ ആയിക്കോളും. എല്ലാവരും ഈ പ്രദക്ഷിണത്തിന് പോകാനും വരാനൊക്കെ ആയിട്ട് ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ പള്ളിയിലേക്ക് പോകുന്നതേ ഉള്ളൂ, പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടെ. ഈ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ എല്ലാ വർഷത്തിലും നിലവിളക്കൊക്കെ കത്തിച്ച് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. തിരിച്ചു വരുമ്പോൾ കാണിക്കാം. അപ്പം ഞാനിപ്പം അങ്ങോട്ടുള്ള ഇപ്പം തിരക്കില്ലാത്ത വ്യൂ കാണിച്ചുതരാം. ചെണ്ടമേളൊക്കെ കൊട്ടിയിട്ട് ഇപ്പം ഇറങ്ങാനുള്ള സമയമായിട്ട് ഇപ്പം സമയം 5:20 5:24. ഇതേ പോലീസ് സ്റ്റേഷൻ, ജനമൈത്രി പോലീസ് സ്റ്റേഷൻ. ഞാൻ ഈ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ വണ്ടി അവിടെ ഇട്ടേക്കണേ, കാണിച്ചു തരാം. ഇതെല്ലാം ഇനിയിപ്പോൾ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ അല്ല കേട്ടോ, എടപ്പള്ളി ട്രാഫിക് സ്റ്റേഷനാണ്. അവരുടെ ഒരു ഡെക്കറേഷനാണത്. അവരുടെ നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് അവിടെ ഇങ്ങനെ നല്ല രസമാണ് കാണാൻ. എല്ലാ വർഷവും ഇതുപോലെ കുറേ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് പോലീസുകാരൊക്കെ അവിടെ ഉണ്ടാവും ഈ പ്രദക്ഷിണം വരും. പള്ളിപ്പെരുന്നാൾ നല്ല രസമാണ്. ഞങ്ങൾ ആകെ വരുന്നത് എടപ്പള്ളി പള്ളി പെരുന്നാളിലാണ്, പിന്നെ നമ്മുടെ ചെമ്പൂക്കുള്ള പള്ളി പെരുന്നാളിലും. പ്രദക്ഷിണം ഇറങ്ങാൻ പോവാട്ടോ. സൗണ്ട് കേൾക്കുന്നുണ്ട്. നാളെയും ഇന്നും നാളെയുള്ള ഒറ്റ വീഡിയോ ആയിട്ട് നമ്മൾ ഇടാൻ പോവാ. കാരണം ഭയങ്കരമായിട്ട് ഞാൻ എടുക്കുന്നില്ല. കുറെ വലിയ 2 സൈഡിലും കടകളൊക്കെ ഉണ്ട് കേട്ടോ. പള്ളിയുടെ മുറ്റത്ത് കുറേ കടകളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ എങ്ങാണ്ട് വന്നു. പ്രദക്ഷിണം ഇറങ്ങി. പോയേക്കാം, വീഡിയോ എടുക്കാലോ. ഒരു കുഞ്ഞ് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് പ്രദക്ഷിണം ഇറങ്ങിയായിരുന്നേ. റോഡിലേക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പിന്നെ ഞങ്ങൾ എന്തായാലും അപ്പുറത്ത് നിൽക്കണ്ടല്ലോ, ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പള്ളിക്കകത്തോട്ട് കയറി. ആദ്യം ചെണ്ടമേളമൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ പുണ്യാളുടെ രൂപങ്ങൾ, ഒരുപാട് രൂപങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആൾക്കാരെല്ലാവരും കൂടെ. ഒരുപാട് തിരക്കാണ്, അറിയാലോ അല്ലേ. എടപ്പള്ളി പള്ളിയിലെ നാനാ സ്ഥലത്തു നിന്നും നാനാ ജാതിക്കാരാണ് ഇവിടെ വന്ന് പുണ്യാളിനെ കാണാനും പുണ്യാളിനുള്ള നേർച്ച അർപ്പിക്കാനൊക്കെ ആയിട്ട് വരുന്നത്. ലക്ഷക്കണക്കിന് വേണമെങ്കിൽ അങ്ങനെ പറയാം, 10,000-കണക്കിന് ജനങ്ങളാണ് ഇവിടെ ഈ പെരുന്നാളിൻ്റെ സമയത്തായിട്ട് വരുന്നത്. ഇപ്പം ഈ പ്രാവശ്യത്തെ ചെണ്ടമേളത്തിൽ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ കുറേ കഴിഞ്ഞിട്ട് ഞാനും മമ്മിയും കൂടെ ക്യൂവിൽ നിന്ന് കയറി പോവാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ പുണ്യാളിനെ പള്ളിക്കകത്തുനിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ്. ഇതാണ് പുണ്യാളിൻ്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള പട്ടണ പ്രദക്ഷിണമാണ്. ഇന്ന് വേസ്പര ദിനമാണ്. അപ്പം വേസ്പര ദിനത്തിൽ പുണ്യാളിനെയും വഹിച്ചുകൊണ്ട് പോവുകയാണ്. എടപ്പള്ളിയുടെ പട്ടണ പ്രദക്ഷിണമായിട്ട് പോവുകയാണ്. ഇതിന് 2 ദിവസം മുന്നേ പുണ്യാളിൻ്റെ കഴുത്തിലും കയ്യിലും സ്വർണ്ണാഭരണങ്ങൾ നമ്മൾ നേർച്ച ഇടുന്ന ഒരു ദിവസമുണ്ടായിരുന്നു. അന്ന് ഞാനും മമ്മിയും കൂടെ പോയിട്ട് പുണ്യാളിന് ഒരു ചെറിയ നേർച്ച ഉണ്ടായിരുന്നു, ഒരു ഗോൾഡ് ഇടാന്ന് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ വണ്ടിയുടെ താക്കോലൊക്കെ പോയിട്ട് കുറച്ച് പ്രശ്നമൊക്കെ ആയി. പ്രശ്നം മീൻസ്
എൻ്റെ വണ്ടിയുടെ അകത്തായിരുന്നു വീടിൻ്റെ ചാവിയുള്ളത്. വീടിൻ്റെ ചാവിയില്ല, വണ്ടിയുടെ ചാവിയില്ല, മിസ്സായിപ്പോയി. പിന്നെ അവിടെ വിളിച്ചു പറഞ്ഞു, എന്നിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. അവസാനം അവിടെ ഉണ്ടായിരുന്ന ഏതോ ഒരു ഇതിൻ്റെ ചാവിയും കൊണ്ട് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ ചാവി അതിനകത്തുനിന്ന് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ പ്രദക്ഷിണം സ്റ്റാർട്ട് ചെയ്തിട്ടു. ഞങ്ങൾ ആ ലൈനിൽ കയറി ക്യൂവിൽ നിൽക്കാൻ തുടങ്ങി. ഏകദേശം ഒരു 3-4 മണിക്കൂർ ഉണ്ടാവും കേട്ടോ ഈ ക്യൂ. പതുക്കെ മൂവ് ചെയ്യത്തുള്ളൂ. കുറച്ച് ഇതൊക്കെ തന്നെ എനിക്ക് ഈ ആവേശമുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ടയേർഡായി പോകും. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയതേ ഉള്ളൂ. തിരിച്ച് പള്ളിയിലേക്ക് ഏകദേശം ഒരു 8-9 മണിയാകുമ്പോഴേ കയറത്തുള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്ന 5 മണിയായപ്പോഴാണ് ഇതിലേക്കിടെ പോകുന്നത്. ഇപ്പം ഏകദേശം ചെറുതായിട്ട് ഇരുട്ടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചേച്ചിമാർ, ചെണ്ടമേളത്തിൻ്റെ ചേച്ചിമാരുണ്ടെന്ന് പറഞ്ഞില്ല, ഇവരാണ്. ഓരോ വർഷം ഓരോരുത്തരായിരിക്കും. ഞാൻ പോകാൻ തുടങ്ങിയ സമയത്ത് ആദ്യം ആട്ടം കലാസമിതി, അവർ അടിപൊളിയായിരുന്നു ചെണ്ടമേളം. ഓരോ വർഷങ്ങളും ആൾക്കാർ മാറി വരും. ഒരു സ്ഥലത്തെത്തുമ്പോൾ ഇതുപോലെ ലഡുവും അല്ലെങ്കിൽ കേക്കൊക്കെ ആയിട്ട് ഇവരിങ്ങനെ നേർച്ച കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവും കേട്ടോ. അത് എനിക്ക് കിട്ടിയ ഒരു ലഡു, മമ്മി ലഡു കഴിക്കത്തില്ല, അതുകൊണ്ട് ആ ലഡു ഞാൻ കഴിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പ്രദക്ഷിണം പുണ്യാളുടെ രൂപം വഹിച്ചുകൊണ്ട് ആൾക്കാർ, പ്രസിദ്ധേന്തിമാരെല്ലാവരും കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഇത് നടത്തുന്ന ആൾക്കാർ. പിന്നെ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കായി വീട്ടിൻ്റെ ഫ്രണ്ടിൽ പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു. കുറേ പിള്ളേർക്കൊക്കെ സന്തോഷമായിട്ട് അവിടെ നിന്ന് അതിനകത്തുനിന്ന് നോട്ട്സൊക്കെ വീഴുന്ന കണ്ടു. അപ്പോൾ ആ പിള്ളേർ അതിലൊക്കെ പോയി പിറകി നടക്കുന്നത് കണ്ടപ്പോൾ ഒരു രസം. ഞാൻ ആ വീഡിയോ അങ്ങനെ എടുത്തതാണ്. പിന്നെ നല്ല രസമുള്ള വെടിക്കെട്ട് കുറച്ച് ക്രാക്കേഴ്സ് പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ക്രാക്കേഴ്സ് കണ്ട് ഞങ്ങൾ കുറച്ച് നേരം നിന്ന്, ഞാനും മമ്മിയും കൂടെ അതും കണ്ട് കുറച്ച് നേരം. ആ പ്രദക്ഷിണം മൂവ് ആവുന്നില്ല, അതുകൊണ്ടാട്ടോ ഇത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ പതുക്കെ മൂവ് ചെയ്ത് നമ്മുടെ MAG ഹോസ്പിറ്റലിന് പുറകിൽ ഒരു ചെറിയൊരു പള്ളിയുണ്ട്. ഈ പള്ളിക്കകത്ത് കയറ്റും. പള്ളിക്കകത്തോട്ട് കയറ്റുകയാണ്. പള്ളിക്കകത്ത് കയറ്റി പ്രദക്ഷിണം നേരെ നമ്മുടെ വലിയ പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് എൻ്റെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നത്, ഷിൻസൻ്റെ ഒരു ഫ്രണ്ടും. ഞങ്ങൾ ആ ക്യൂവിൽ നിന്നിട്ട് നേരെ നടന്ന് പള്ളിക്കകത്ത് കയറിയാലാണ് ആ പ്രദക്ഷിണം എൻഡ് ആകുന്നത്. അപ്പം ഞങ്ങളും പ്രദക്ഷിണത്തിൻ്റെ കൂട്ടത്തിൽ അവിടെ തിരിച്ച് പള്ളിക്കകത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ബാക്കിയെന്ന് വെച്ചാൽ പുണ്യാളിനെ കയറ്റുന്ന സമയത്ത് കുറച്ച് നേരമുള്ള ഒരു ചെണ്ടമേളം, ആൾക്കാരുടെ ബഹളമൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ പ്രാർത്ഥനയുണ്ട്, കുർബാന ഉണ്ടാകും. കുർബാന കഴിഞ്ഞിട്ട് ഇന്നെന്തോ വലിയ കുറേ പൈസയുടെ ക്രാക്കേഴ്സ് പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അതും കണ്ടു ഞങ്ങൾ ഇരുന്നിട്ട്. ഞങ്ങൾ നടന്ന് മണിക്കൂറുകൾ എടുത്തത് കൊണ്ട് ടയേർഡ് ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. സ്റ്റെപ്പിൽ കാലൊക്കെ നന്നായിട്ട് നീര് വെച്ചു, വേദനിക്കാൻ തുടങ്ങിയത്. ഞാനും മമ്മിയും കൂടി ഇരുന്നു. പിന്നെയും എനിക്ക് ഈ ചെണ്ടമേളവും ഈ ബാൻഡൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഇരിക്കാൻ തോന്നത്തില്ല. അപ്പം ഞാൻ വന്നിട്ട് വീഡിയോ എടുത്തു വീണ്ടും.
ഈ ചെണ്ടമേളമൊക്കെ കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയല്ലേ, ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യമല്ലേ. എനിക്കും മമ്മിക്കും ഭയങ്കര ഇഷ്ടമാണ് ചെണ്ടമേളവും ബാൻഡുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞങ്ങളത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രണ്ട് കയറി നിൽക്കുകയാണ്. അത് കഴിഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ മുകളിലത്തെ പള്ളിയിലേക്ക് പോവുകയാണ്. അവന്മാരെയും കൂട്ടിയിട്ട് മുകളിലത്തെ പള്ളിയിൽ പോയിട്ട് കുർബാന കാണാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി. പക്ഷേ താഴത്തെ പള്ളിയിലായിരുന്നു കുർബാന. അപ്പം ഞങ്ങൾ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും അവിടെ കുറച്ച് നേരം ഇരുന്നു. അപ്പോഴത്തേക്കും താഴത്തെ പള്ളിയുടെ കുർബാന കഴിഞ്ഞിട്ട് ക്രാക്കേഴ്സ് പടക്കം പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പടക്കമാണ് പൊട്ടിയത്. ഇനി നിങ്ങൾ കുറച്ച് നേരം അത് ആസ്വദിക്കും കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു, അറിയാലോ അല്ലേ. അങ്ങനെ ഏകദേശം 1/2 മണിക്കൂറോളം നീണ്ടു നിന്ന പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചിറങ്ങി. നോക്കി എന്തോരം ക്രൗഡാണെന്ന് കണ്ടില്ലേ. ഞങ്ങൾ വീണ്ടും തിരിച്ചിറങ്ങി. ഇനിയിപ്പം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. സമയം 11 മണിയായിട്ടുണ്ട്. അപ്പം നന്നായി ടയേർഡായി. ഇനി വീട്ടിൽ പോയിട്ട് കാലൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്ത് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് നാളെ തിരിച്ചു വരാം എന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് എല്ലാവരും ടയേർഡ്, മമ്മിയടക്കം ടയേർഡായി. ഇവിടെ ഇതുപോലെ കുറേ സ്റ്റാളുകളുണ്ട്. അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങൾ മമ്മിക്ക് വെറുതെ, മമ്മി എപ്പോൾ വന്നാലും ഇതുപോലെ ഓരോന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കും. കേട്ടോ, എന്തൊക്കെയോ വേണം ഇടിക്കുന്ന സാധനം കുഴയ്ക്കുന്നതോ പിന്നെ എന്താ പാത്രമോ എന്തൊക്കെയോ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. മമ്മി മുറം വേണോ? മുറം. ഇത് നമ്മുടെ ചെമ്പുമുക്കുള്ള ചേട്ടൻ വീശിക്കൊണ്ടിരിക്കുക. വന്നേ ഇനി തപ്പണ്ട, ഉള്ള കയ്യിൽ നിറച്ച സാധനം. അങ്ങോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ഈ മമ്മീനെ കൊണ്ട് തോറ്റു കേട്ടോ. ഈ കുഞ്ഞു പിള്ളേര് മറ്റേ സ്കൂളിൽ പോണം. ഇനി എന്താ വേണ്ടേ? അയ്യോ, പണ്ട് കുഞ്ഞുനാളില് ഞാനായിരുന്നു സ്കൂളിൽ പഠിക്കണ സമയത്ത് ഓരോന്ന് വേണമെന്ന് പറഞ്ഞ വാശി പിടിക്കണേ. ഇപ്പൊ മമ്മി വളയം മാട്ടേക്ക് വാങ്ങിക്കാൻ പോണവർ. ഓർമ്മകളിൽ മിഠായി, സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ള സാധനം വാങ്ങിച്ചാലോ? എന്നാ ഇതെടുക്കാം. വേറെ എന്നാ അമ്മി? പാത്രത്തിൽ വെക്കാൻ മാത്രം ഒന്നും എടുക്കുന്നൊന്നുമില്ല. എനിക്ക് പുളിമുട്ടായി കണ്ടപ്പോൾ വാങ്ങിക്കണമെന്ന്. ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടായിരുന്നു അമ്മ ഈ പുളിമുട്ടായുടെ കാര്യം. അത് വേണ്ട, മറ്റേതെടുക്ക്. ഗ്യാസ് ഒന്നും കൂടെ വേണോ അമ്മി?
അയ്യോ ഞാൻ പൊട്ടിച്ചു. ചോക്ക് മുട്ടായി. പഴയ സ്കൂളിൽ പഠിച്ച ഓർമ്മ വരും. ഇതൊക്കെ പഠിച്ചോണ്ടിരിക്കുമ്പോ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ എടുത്തോ. കുട്ടിക്കാലം പഴയകാലം. ചേട്ടാ പഴയകാലമാണോ? പഴയകാലത്ത് ഇത്രയും പൈസ ഇല്ലായിരുന്നു. എന്നാ കേട്ടത്? വേറെ എന്തെങ്കിലും വേണോ? വേറെ എന്തെങ്കിലും വേണോ? അങ്ങനെ ഇന്നത്തെ കുട്ടിക്കലാശമൊക്കെ കഴിഞ്ഞു. നമ്മള് സെയിം വ്ലോഗ് നമ്മൾ നാളെയും കൂടെ കണ്ടിന്യൂ ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യുന്നുള്ളൂ. ശരിക്കും അടുത്ത് ടയേർഡായി. നിങ്ങൾ കണ്ടില്ലേ മറ്റേ പടക്കം പൊട്ടുന്നതൊക്കെ ലാസ്റ്റ് ആയിരുന്നു. ഇപ്പം സമയം 10:15. അപ്പം നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. നാളെ നമ്മുടെ ഈ വ്ലോഗിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് കാണാം കേട്ടോ. ബൈ. അങ്ങനെ രണ്ടാമത്തെ ദിവസവും പട്ടണ പ്രദക്ഷിണത്തിനായിട്ട്, ഇന്നാണ് തിരുനാള്, രണ്ടാമത്തെ ദിവസവും പട്ടണ പ്രദക്ഷിണത്തിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സോ ഞങ്ങൾ കുറച്ച് ലേറ്റായി. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വീട് മാറുന്ന തിരക്കൊക്കെ ആയതുകൊണ്ട് ഇറങ്ങാൻ വീടൊക്കെ കാണാൻ പോയിട്ട് വന്നപ്പോൾ ലേറ്റായി. അപ്പോഴത്തേക്കും നമ്മുടെ എടപ്പള്ളി പള്ളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് മറ്റേ മെയിൻ റോഡ് സൈഡിലേക്ക് പ്രദക്ഷിണം എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കണ്ട് ആ പുണ്യാളിൻ്റെ രൂപത്തിൻ്റെ കൂടുതൽ തിരിച്ചു പോവുകയാണ് ചെയ്തത് കേട്ടോ. കാരണം നല്ല ടയേർഡായിരുന്നു. പിന്നെ ഇന്ന് ഒത്തിരി വെയിൽ കൊണ്ട് നടന്നതുകൊണ്ട് ഞങ്ങൾക്ക് നടക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മമ്മി നടന്നു, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെയും മമ്മീനെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ നടന്നിട്ട് മമ്മീനെ അവിടെ ആക്കി വീണ്ടും കുറച്ച് തിരക്കുണ്ടായിരുന്നു. പോയി വീണ്ടും തിരിച്ച് കുറേ കഴിഞ്ഞപ്പോഴാണ് പള്ളിയിലേക്ക് വന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ പോയായിരുന്നു എന്ന് പറഞ്ഞു. പോയി വന്നതിന് ശേഷം പള്ളിയിൽ കുർബാന നടക്കുകയായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും 8:30 ആയിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ. അപ്പം മമ്മി അവിടെ ഇരുന്ന് കുർബാന കൂടുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും അവിടെ പ്രസംഗം വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ കുർബാന കൂടി. മമ്മിയും ഞാനും എൻ്റെ സുഹൃത്തുണ്ടും കൂടെ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് കുർബാന കൂടിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങി. കാരണം മമ്മിക്ക് കഴന്നെടുക്കണം എന്ന് പറഞ്ഞു. കഴന്നെടുക്കാൻ വേണ്ടിയിട്ട് പോയി. എല്ലാ വർഷവും ചെയ്യുന്ന നേർച്ചകളൊക്കെയാണ്. ഞാൻ കഴന്നെന്ന് പറഞ്ഞ് മനസ്സിലായോ എന്നറിയത്തില്ല. അതായത് അമ്പെടുത്തിട്ട് പുണ്യാളിൻ്റെ ഇതിൽ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് താഴത്തെ പള്ളിയിൽ നിന്ന് നേരെ പോയിട്ട് ഫ്രണ്ടിൽ ആ രൂപത്തിൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുന്നതിനാണ് കഴന്നെടുക്കുക അല്ലെങ്കിൽ അമ്പെടുക്കുക എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇത് ഇവിടെ നിന്ന് പോവാൻ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഞാനിവിടെ കുറച്ച് നേരം ഈ പള്ളിയിൽ നിന്ന് മണി അടിക്കുന്നതൊക്കെ കേട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെ കുർബാന കഴിഞ്ഞില്ല, ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് ഇപ്പത്ത് വന്നപ്പോഴത്തേക്ക് പുണ്യാളിൻ്റെ രൂപം പള്ളിയുടെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പോയിട്ട് സൈഡിൽ കൂടെ പോയിട്ടൊന്ന് നിന്ന് പ്രാർത്ഥിച്ചിട്ട് നേർച്ചയും വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നു. കാരണം ആ ഭയങ്കര വലിയൊരു ക്യൂ ആയിരുന്നു. ക്യൂവിൽ നിന്നിട്ട് മുത്താനുള്ള ഒരു ഇതില്ലായിരുന്നു. ഇനി നമ്മൾ അടുത്തൊരു ദിവസം പോകുന്നുണ്ട് പുണ്യാളിൻ്റെ രൂപം അവിടെ വെച്ചിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇനിയിപ്പം നേർച്ചയൊക്കെ എടുത്തിട്ട് താഴോട്ട് പോവുകയാണ്. പള്ളിയുടെ ആ ഭാഗമൊക്കെ കണ്ടിട്ട് ഈ സമയത്ത് ഇവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമാട്ടോ. ഭയങ്കര തിരക്കുമാണ്. തിരക്കിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളിപ്പോൾ ഇത് ലൈറ്റ് കണ്ടോ, ഞങ്ങളിപ്പോൾ പതുക്കെ താഴേക്ക് ഇറങ്ങാം. മുകളിലത്തെ പള്ളിയിൽ നിന്നും താഴത്തെ പള്ളിയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പം മമ്മി അവനിങ്ങനെ ഓരോ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്താണ് അവിടെ വെച്ചിരിക്കുന്നത്, എങ്ങനെയാണ് എന്നുള്ളതിൻ്റെയൊക്കെ വിവരമായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് പുറകിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താഴെ നല്ല തിരക്കാണ്. അപ്പം തിരക്കിൻ്റെ ഇടയിലേക്കാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. കാരണം ശരിക്കും ഉച്ചയ്ക്കത്തെ നല്ല വെയിലും അതിൻ്റെ കൂടെ തന്നെ
പിന്നെ നടന്നു എല്ലാം കൂടെ ആയിട്ട്. അപ്പം നമ്മൾ എന്തായാലും അമ്പെടുക്കാൻ മറക്കാൻ പാടില്ലല്ലോ. ഇതാ മമ്മി അമ്പ് മേടിച്ചു. ഞങ്ങൾ 3 അമ്പാണ് എടുത്തിരിക്കുന്നത്. മമ്മി ഒന്നിൽ തന്നെ 2 വെച്ചേക്കുന്ന എൻ്റെ ചേട്ടനും കൂടെ കൂടിയിട്ടുള്ളതാട്ടോ. ഇതിപ്പം എനിക്കും ഞാനൊന്നെടുത്തു, മമ്മി 2 എടുത്തിട്ടാണ് നടക്കുന്നത്. എൻ്റെ ചേട്ടൻ ഇവിടെ ഇല്ലയെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. അവൻ നാഗാലാൻഡിൽ വർക്ക് ചെയ്യാണ്. സോ അവന് വേണ്ടിയിട്ട് നമ്മളൊരു അമ്പെടുത്തിട്ടുണ്ട്. അങ്ങനെ അമ്പെടുത്ത് ഞങ്ങൾ തിരിച്ച് വീണ്ടും പുണ്യാളിൻ്റെ അടുത്തേക്ക് പോരുകയാണ്. അവിടുന്ന് നമ്മളിങ്ങനെ നടന്നു വന്നിട്ട് ഐസ്ക്രീം കഴിക്കാമെന്നൊരു പ്ലാനിലാണ് ഇവിടെ വരെ വന്നത്. അപ്പോഴാണ് എനിക്കിത് വേണ്ട, പെനി ഐസ്ക്രീം മതിയെന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറയുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പെനി ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പം ഞാനും മമ്മിയും കൂടെ സ്നേഹത്തോടു കൂടി കൈയൊക്കെ പിടിച്ച് ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട് നടക്കുകയാണിത്. കുട്ടിക്കാലത്ത് മമ്മിയുടെ കൈയും പിടിച്ചിട്ട് പള്ളിപ്പെരുന്നാളിന് പോയി ഓർമ്മയുണ്ട്. പക്ഷെ ഇപ്പം ഇങ്ങനെ 2ാമത്തെ ദിവസവും പള്ളിപ്പെരുന്നാൾ തിരുനാൾ ഇന്ന് കഴിഞ്ഞു. ഞങ്ങൾ ഫുള്ള് കഴിഞ്ഞില്ല. 9:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി. കാരണം ഞാൻ കുറച്ച് തിരക്കുള്ള ദിവസങ്ങളാണ് ഇനി. ഞങ്ങളുടെ ഹൗസ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മമ്മി മാത്രമേ ഇപ്രാവശ്യം നമ്മുടെ ഒരു ചേട്ടനെ പരിചയമുണ്ട്. ആ ചേട്ടന് ആൾ മാറിപ്പോയെന്നൊക്കെ, ഉടുപ്പ് കണ്ടപ്പോൾ ആൾ മാറിപ്പോയെന്ന്. അപ്പോൾ നമ്മുടെ ഹൗസ് ഷിഫ്റ്റിങ്ങിൻ്റെ കുറച്ച് തിരക്കായതുകൊണ്ട് ഞാനൊന്ന് ഓട്ടമായിരുന്നു. മമ്മീനെ പള്ളിയിൽ നിർത്തിയിട്ട് പോയി. പക്ഷെ ഒന്നും വീട് കണ്ടില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. 2ാമത്തെ ദിവസത്തെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, ഞങ്ങൾ ഫുള്ളും കണ്ടില്ല, ഇനി പോന്നു, തിരിച്ചിങ്ങോട്ട് പോകും. അപ്പം ചെറിയ വിഷയങ്ങൾ. ഇപ്പോൾ അവിടെ കുർബാന കഴിഞ്ഞു. ഇനി ബാൻഡുമേള, പിന്നെ പുറത്ത് പുണ്യാളിൻ്റെ രൂപം താഴത്തെ പള്ളിയിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുപോയിക്കണം. അത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് തിരിച്ച് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ, അതായത് 10 മണിയാകുമ്പോഴത്തേക്കും അതിൻ്റെ കുർബാനയുണ്ട്. ഇനിയുള്ള പരിപാടിയൊന്നും ഞങ്ങളിനി വരത്തൊന്നുമില്ല. കാരണം ഞങ്ങളുടെ പള്ളിയിൽ അടുത്ത പള്ളിയിലത്തെ പെരുന്നാൾ തുടങ്ങി. ഇത് ഇവിടുത്തെ നേരത്തെ അന്ന് കാണിച്ച കസബ പോലീസ് സ്റ്റേഷനിലെ, അല്ല കസബ എടപ്പള്ളി ട്രാഫിക് സ്റ്റേഷനിലെ ഇതവിടെ ഇതായിരുന്നു. അപ്പം നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോയി. ഞങ്ങളുടെ വണ്ടി അവിടെ വെച്ചിട്ട് ക്രോസ് ചെയ്താൽ വരുന്നത്. ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അതിനിടയ്ക്ക് ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കണമെന്നുണ്ട്. അപ്പം നമുക്ക് പിന്നെ കാണാം. ഇതാ പോലീസ് സ്റ്റേഷൻ, എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ഈ ഒരു എടപ്പള്ളി പള്ളിയിലെ പെരുന്നാൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോസ് ഞാൻ എന്തായാലും പെരുന്നാളൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പോസ്റ്റ്, മേ ബി നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ. ആ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഈ വീട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ